പ്രോഡക്ട്സ് ആണ് അല്ലെ. പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയെടുക്കണം, പഠിച്ചെടുക്കണം. കാരണം ഒരു ദിവസം കൊണ്ടോ ഒരു പ്രാവശ്യം കൊണ്ടോ കേട്ടത് കൊണ്ടോ കഴിച്ചത് കൊണ്ടോ നമുക്ക് അതിന്റെ അറിവ് കിട്ടണം എന്നില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിന്റെ പ്രോഡക്ട്സ് ഉപയോഗിക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെയുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ട് ഇന്ന്. യൂട്യൂബ് ചാനലായി കഴിഞ്ഞാലും ഫേസ്ബുക്കിലായി കഴിഞ്ഞാലും നമ്മുടെ കമ്പനിയുടെ സൈറ്റ് ആയി കഴിഞ്ഞാലും അതിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും കമ്പനിയുടെ സിസ്റ്റത്തെ കുറിച്ചിട്ടും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും ഒരു പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒന്നും പഠിക്കാതെ നമുക്ക് ഒന്നും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഇത് പഠിച്ച് ചെയ്യേണ്ട ഒരു ബിസിനസ്സാണ്. കാരണം ഓരോ മാസങ്ങളിലും നമ്മുടെ കമ്പനി പല പല പ്രൊഡക്റ്റുകളാണ് പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീസ്ലിൻ കാറ്റഗറിയിൽ പോലും 2 പ്രൊഡക്റ്റ് ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം അതിനെയൊക്കെ നമുക്ക് വേണ്ടുന്ന ട്രെയിനിങ്സ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിന്നിങ് ടീമും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഫിസിക്കൽ ആയാലും ഓൺലൈൻ ആയാലും കിട്ടുന്ന എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുക. എല്ലാവരെ കൊണ്ടും നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള ഓരോരുത്തർക്കും അതിന്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. എനിവേ നമ്മൾ ഇന്ന് കാണുന്ന ഒത്തിരി പ്രോഡക്ട്സുകൾ ഉണ്ട് അല്ലെ. മറ്റ് മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന ഒത്തിരി പ്രോഡക്ട്സുകൾ ഉണ്ട്. ആ പ്രോഡക്ട്സിൽ നിന്നും നമുക്ക് എന്താണ് നമ്മുടെ പ്രൊഡക്ട്സ് വ്യത്യസ്തമായിരിക്കുന്നത്? കാരണം എല്ലാം നമുക്ക് ഓർഗാനിക് ആയിട്ടില്ല, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള, ഹാംഫുൾ കെമിക്കൽ ഇല്ലാത്ത പ്രോഡക്ട്സുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് സപ്ലിമെന്റ് ആണ്. എന്തിനാണ് നമ്മൾ സപ്ലിമെന്റ് കഴിക്കുന്നത്? എന്താണ് സപ്ലിമെന്റ്? സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം ഭക്ഷണം കഴിക്കുന്നുണ്ട്. രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയും നമ്മൾക്ക് എത്ര പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാലും എപ്പോഴും വേണ്ടിക്കലും ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇതിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. എന്നാലും നമുക്ക് അത്രയും ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ ആവശ്യമുണ്ടോ? കാരണം അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ ശരീരം ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ പ്രോട്ടീൻസും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ ഒരു പോരായ്മ തന്നെയാണ്. ആ പോരായ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ പല പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ബോഡി തന്നെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിലേക്ക് അതിന്റെ കുറവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ആവശ്യകത ഇത്രയേ ഉള്ളൂ. നമുക്ക് കിട്ടേണ്ട പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും കറക്റ്റായിട്ട് നമുക്ക് അളവിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല എങ്കിൽ ബോഡി അതിനെ വലിച്ചെടുക്കാൻ തുടങ്ങും. ഇപ്പം കാൽസ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലിൽ നിന്നും പല്ലിൽ നിന്നൊക്കെ വലിച്ചെടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ്, അവിടെ കാൽസ്യത്തിന്റെ കുറവുകൾ ഉണ്ടാവും. അവിടെ കാൽസ്യത്തിന്റെ കുറവ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവും. അത് ഞാൻ പറയുന്നുണ്ടാവും പുറകെ. അപ്പോൾ നമ്മളെ എല്ലാവരും ഇപ്പം വെസ്റ്റീജിയൻസ് ആണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വെസ്റ്റീജിയൻസ് ആണ്. അല്ലാത്തവരുണ്ടോ എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ശരിക്കും സപ്ലിമെന്റ് മാത്രം കഴിച്ചാൽ മതിയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ കൂടുതലും ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അസുഖക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലെ. അസുഖക്കാരെ തേടിക്കൊണ്ടാണ് പോകുന്നത്. ശരിക്കും അസുഖക്കാർക്കാണോ സപ്ലിമെന്റ് കൊടുക്കേണ്ടത്? ശരിക്കും നല്ല ആരോഗ്യമുള്ളവർക്ക് അതിന്റെ കുറവുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് സപ്ലിമെന്റ് കൊടുക്കേണ്ടത്. അസുഖക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അവരെപ്പോഴും ചിന്തിക്കുന്നത് ഡോക്ടർമാർ പറയുന്നത് പോലെ തന്നെ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ കഴിച്ചാൽ എന്റെ അസുഖം മാറും എന്നുള്ള ഒരു ലാഘവത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവാണ് ഉണ്ടാവുക. കാരണം എന്റെ അസുഖം ഒരാഴ്ച കഴിച്ചിട്ട് മാറിയിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടാവും. അത് പ്രത്യേകിച്ചിട്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത് സപ്ലിമെന്റ് ആണ്. നമ്മൾക്ക് ശരീരത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ഫുഡാണ്. ആ ഫുഡ് നമ്മൾ എത്ര കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴാണോ അതിന്റെ കുറവ് നികത്തുന്നത് അത്ര വരെയും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് ഫുഡാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സപ്ലിമെന്റ് നമ്മൾ പുറത്തുള്ള ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഒരു വയറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ഒരു വ്യക്തിക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. കോംബയോട്ടിക്സ് അങ്ങനെയുള്ള സപ്ലിമെന്റ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ശരിക്കും നമ്മൾ കോംബയോട്ടിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി?
ഇന്ന് നമുക്കറിയാം, നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന പല പല പ്രൊഡക്റ്റ്, പുറത്തുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ സപ്ലിമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നു, പക്ഷെ അവരുപയോഗിക്കുന്ന പേസ്റ്റ്, സോപ്പ്, ചായപ്പൊടി, അതുപോലെ തന്നെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രഷ്നപ്പ് ഡ്രിങ്ക് പോലെയുള്ള മറ്റുള്ള ഏതെങ്കിലും ഡ്രിങ്ക്സുകൾ, അതുപോലെ കുക്കിംഗ് ഓയിൽ, ഡിഷ് വാഷ്, ഇതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹാർംഫുൾ കെമിക്കൽ ഉണ്ടല്ലോ. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രാൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വൈകായി ഒന്ന് ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ സ്ട്രോക്കിന്റെയോ അല്ലെങ്കിൽ ഹാർട്ടിന്റെയോ എന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നാക്കിനടിയിൽ നമുക്ക് ടാബ്ലറ്റ് വെച്ച് തരുന്നുണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. സബ്ലിംഗൽ സ്പ്രേ, നാക്കിനടിയിൽ നമ്മൾ സ്പ്രേ രൂപത്തിൽ കൊടുക്കുന്ന സബ്ലിംഗൽ സ്പ്രേ ഉണ്ട്. എന്തുകൊണ്ടാണ് നാക്കിനടിയിൽ കൊടുക്കുന്നത്? നമ്മുടെ സെനോവൽ ഫ്ലൂയിഡിൽ നമ്മുടെ സബ്ലിംഗൽ ഗ്രന്ഥിയിൽ, നമ്മുടെ ഗ്രന്ഥിയിലൂടെ, തൊണ്ടയുടെ രണ്ട് സൈഡിലുള്ള സബ്ലിംഗൽ ഗ്രന്ഥിയിലൂടെ എളുപ്പത്തിൽ രക്തത്തിലേക്ക് നമുക്കത് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കൊണ്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പേസ്റ്റ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വായ്ക്കകത്താണ് അല്ലെ. അപ്പൊ അതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസ് നമ്മുടെ ഉമിനീരിലൂടെ, നമ്മുടെ സബ്ലിംഗൽ ഗ്രന്ഥിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് വീണ്ടും ടോക്സിൻസിനെ എത്താൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ എന്താണ്, നമ്മുടെ ആമാശയം വീണ്ടും കെമിക്കൽ മയമായിട്ട് മാറുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. സോപ്പായി കഴിഞ്ഞാലോ സ്കിന്നിന് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും. ചായപ്പൊടിയിലാണെങ്കിലോ ഇന്ന് ഏറ്റവും കൂടുതൽ മായം കലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ചായപ്പൊടി. പുറത്തുള്ള ബ്രാൻഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് കളറും ഒക്കെ വെറും പച്ചവെള്ളത്തിൽ ഇട്ടാൽ പോലും ഇന്ന് കളർ വരുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. തിളപ്പിക്കണം എന്നില്ല, പച്ചവെള്ളത്തിൽ ഇട്ടാൽ പോലും വരുന്നത്. പക്ഷെ നമ്മുടേതാണെങ്കിലോ അത്രയും തിളച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെതായിട്ടുള്ള കളർ വരുന്നത്. ഇന്ന് കുക്കിംഗ് ഓയിൽ നോക്കിക്കഴിഞ്ഞാലോ, കാരണം നമ്മുടെ ബ്രാൻ ഓയിലിൽ omega-3 omega-6 ഒക്കെ ഉള്ളതാണ്. നമുക്ക് ഹാർട്ടിനും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കുക്കിംഗ് ഓയിലാണ്. നമുക്ക് ഇന്നറിയാം, വെളിച്ചെണ്ണക്കൊക്കെ വില കൂടിയ സമയത്ത് നമുക്ക് കിട്ടുന്ന എന്തൊക്കെയോ ബ്രാൻഡുകളിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, പുറത്തുള്ളവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ശരീരത്തിൽ ശരിക്കും പറഞ്ഞാൽ വീണ്ടും ടോക്സിൻസിനെ അല്ലെങ്കിൽ വേസ്റ്റിനെ അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരുപാട്. ഡിഷ് വാഷ് ആണെങ്കിലോ, നമ്മുടെ ഡിഷ് വാഷിന്റെ പ്രത്യേകത എന്താണ്? ഫോസ്ഫേറ്റ് ഫ്രീ ആണ്. കാരണം ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഒട്ടുമിക്ക ഡിഷ് വാഷിനകത്തും ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കണ്ടന്റ് അത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പാത്രം കഴുകി ഉണക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കൈകൊണ്ടൊന്ന് തുടച്ചു കഴിഞ്ഞാൽ കാണുന്ന വെളുത്ത പൊടിയാണ് ഫോസ്ഫേറ്റ്. RCC പോലെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കണ്ടുവരുന്ന അസുഖമാണ് കൊളോൺ ക്യാൻസർ, കുടൽ ക്യാൻസർ. ഇതിന് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഡിഷ് വാഷാണ്. അപ്പൊ ഇതും കൂടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരം പ്രൊഡക്റ്റുകൾ നമ്മളെ ശരീരത്തിലേക്ക് നേരിട്ട് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കൊടുക്കുന്ന സപ്ലിമെന്റിന്റെ കൂടെ തന്നെ വീണ്ടും 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 അവിടെ കെമിക്കൽസ് ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിന്തിച്ചാൽ മനസ്സിലാവും എല്ലാവർക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ വെസ്റ്റീജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ പ്രൊഡക്റ്റുകൾ ഒന്നും നമ്മൾ ഉപയോഗിക്കാതെ സപ്ലിമെന്റ് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിലേക്ക് ടോക്സിൻസിനൊക്കെ എത്താനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള സപ്ലിമെന്റ് ഏതൊക്കെയാണ്? എല്ലാവരും നമ്മൾ പറയും ഇന്ന അസുഖത്തിന് എന്താണ്, ഇന്ന അസുഖത്തിന് എന്താണെന്ന് എന്നോട് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട്. നമ്മളെ പ്രൊഡക്റ്റ് ഗ്രൂപ്പിനകത്തൊക്കെ കാണാറുണ്ട് അല്ലെ. അപ്പോൾ ശരിക്കും നമ്മൾ ആ അസുഖത്തിന് മാത്രം കൊടുക്കുന്നതിന് പകരം നമ്മളൊരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ എന്ത് പ്രോബ്ലം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മളൊരു ഫൗണ്ടേഷൻ ആയിട്ട് നമ്മളെ പ്രോഡക്ട്സുകൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളും എല്ലാ അവയവങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കൃത്യമായിട്ട് കിട്ടുവാണെങ്കിൽ നമ്മുടെ ശരീരം എപ്പോൾ ഹെൽത്തി ആയിട്ട് മാറുന്നുണ്ടാവും അല്ലെ. അതിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സിന്റെ പേര് ഞാൻ ഇവിടെ പറയാം. 1 കോംബയോട്ടിക്സ് ആണ്, 2 പ്രോട്ടീൻ പൗഡർ ആണ്, 3 ഫ്ലാക്സ് ഓയിൽ ആണ്, 4 കാൽസ്യം ആണ്, 5 വൈറ്റമിൻ ഡി ആണ്, 6 CMD ആണ്. ഇതാണ് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. ലേഡീസിനൊക്കെ സംബന്ധിച്ചിട്ട് ഫോളിക് ആൻഡ് അയണും ഇതൊക്കെ അതിന്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഷായ് സാറ് കാൽസ്യത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നത്. ആദ്യം തന്നെ കാൽസ്യം. ഓക്കെ, നമുക്കറിയാം ഇന്ന് കാൽസ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് എല്ലുകളുടെയും പല്ലുകളുടെയും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് കാൽസ്യം. ഇന്ന് പല പല പേരുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന
ഇതാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ അസ്ഥികൾ ദ്രവിക്കുന്ന അവസ്ഥ, തേയ്മാനം, ഇങ്ങനെയുള്ള നിരവധി പേരുകളിൽ രാവിലെ നമ്മൾ ബസ്സിലൊക്കെ ആൾക്കാർ കയറുന്നത് ഇന്ന് പല രീതിയിൽ നമുക്കല്ലേ, കാലിന്റെ മുട്ടിനൊരു സപ്പോർട്ട് കൊടുക്കാതെ ഒരു സ്റ്റെപ്പ് പോലും കയറാനില്ല, ഒരു സൈഡിലുള്ള കമ്പി പിടിക്കാതെ ആൾക്കാർ കയറുന്നില്ല. ചെറുപ്പക്കാരിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത് അല്ലെ. ആൾക്കാർ നടന്നു പോകുമ്പോൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 2 നിലയോ 3 നിലയോ ഉള്ള ഒരു ബിൽഡിങ്ങിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ ലിഫ്റ്റിന് കാത്തിക്കുന്നുണ്ടാവും, അഥവാ ലിഫ്റ്റ് ഇല്ലെങ്കിൽ നടക്കുന്നത് അവിടെ സൈഡിലുള്ള കമ്പി പിടിച്ച് ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും നിന്നിട്ടൊക്കെ കയറുന്ന ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവർക്ക് ഒരുപാട് തേയ്മാനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള കാൽസ്യം ഇല്ലെങ്കിൽ എല്ലുകൾക്കും പല്ലുകൾക്കും കാൽസ്യം കിട്ടാതെ അവസ്ഥയാകുന്നുണ്ട്. പ്രായമാകുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രായമാകും തോറും നമ്മൾക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യത്തിന്റെ കുറവ് കാൽസ്യം കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ബോഡിയിൽ നിന്ന് തന്നെ എല്ലിൽ നിന്നും പല്ലിൽ നിന്നും കാൽസ്യത്തിനെ വലിച്ചെടുക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് അവിടെ കാൽസ്യത്തിന്റെ കുറവ് ഉണ്ടാകുന്ന സമയത്ത് നമ്മള് എല്ലുകൾ പെട്ടെന്ന് തന്നെ തേയ്മാനം സംഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ 99% ഈ കാൽസ്യം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നില്ല, പകരം നമ്മൾ ഭക്ഷണത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 99% കാൽസ്യം നമ്മുടെ ശരീരത്തിൽ എവിടെയാ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലുകളിലും പല്ലുകളിലുമാണ്. 1% മാത്രമാണ് നമുക്ക് രക്തത്തിലും കോശങ്ങളിലും അതുപോലെ പേശികളിലും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഇന്ന് സൺലൈറ്റിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാൽസ്യം ശരിക്കും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിന്റെ ആവശ്യം കൂടി ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞ ഫൗണ്ടേഷനിലെല്ലാം കണക്റ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് അതൊരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഡി ഉണ്ടെങ്കിൽ മാത്രമേ കാൽസ്യവും അതുപോലെ മറ്റുള്ള പോഷകങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡി കൊടുക്കണം. അത് ഈ കാൽസ്യത്തിൽ, നമ്മുടെ കാൽസ്യത്തിനകത്ത് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 4ൽ 3 പേർക്കും ഡി ഡെഫിഷ്യൻസി ഇന്ന് ഉണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ എല്ലുകൾ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ ഡി ആവശ്യമാണ്, കെ ആവശ്യമാണ്, പ്രോട്ടീൻ ആവശ്യമാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് നമ്മളിപ്പോൾ ചെയ്യാതിരിക്കുന്ന പല ആൾക്കാരുണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വ്യായാമം. വ്യായാമം കൂടി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് സ്ട്രോങ് ആയിട്ട് നമ്മളെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ കറക്റ്റ് ആക്കി നമ്മുടെ ശരീരം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. നമ്മൾ എത്രമാത്രം നമ്മൾ വ്യായാമം ചെയ്യുന്നുണ്ടോ അത്രമാത്രം നമുക്ക് എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോൾ ആയാലും ഫാറ്റ് ആയാലും അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വ്യായാമം കൂടി നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്ത് സപ്ലിമെന്റ് കൊടുക്കുന്ന സമയത്തോ നമ്മൾ വ്യായാമം കൂടി ചെയ്യാൻ വേണ്ടി പറയണം. ഇപ്പൊ വെയിറ്റ് ലോസിന്റെ പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നവർ വെയിറ്റ് ലോസിന്റെ ഷെയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ എന്റെ തടി കുറയും, ക്യാപ്സൂൾ കഴിച്ചു കഴിഞ്ഞാൽ എന്റെ തടി കുറയുമെന്ന് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ കുറച്ച് വ്യായാമം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഡബിൾ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. നമ്മുടെ കാൽസ്യത്തിന്റെ പ്രത്യേകത, നമ്മള് കാൽസ്യം എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, വളരെ റേറ്റ് കുറവാണ്. ഇന്ന് മാർക്കറ്റിലുള്ള മറ്റുള്ള കമ്പനികൾ കൊടുക്കുന്നതിനേക്കാളും 1/3 പ്രൈസ് കൊണ്ട് നമുക്ക് 100 ടാബ്ലറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാൽസ്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റിന്റെയും വൈറ്റമിൻ ഡിയുടെയും ഒരു കോമ്പിനേഷനാണ് നമ്മുടെ കാൽസ്യത്തിനകത്തുള്ളത്. എല്ലുകളുടെ വളർച്ചയ്ക്കും ബലത്തിനും കാൽസ്യം സഹായിക്കുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി കാൽസ്യം ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. രണ്ടും കിട്ടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ രീതിയിലേക്ക് വരുന്നത്, കോമ്പിനേഷനായിട്ട് വരുന്നത്. രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നുണ്ട്, ഹൃദയാരോഗ്യം, അതുപോലെ തന്നെ ഹോർമോൺ ഇംബാലൻസ്, എൻസൈമിന്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കാൽസ്യവും. അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ ഡിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള നമ്മുടെ കാൽസ്യം. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ഡെയിലി നമ്മൾ കഴിക്കേണ്ടത് 1 മുതൽ 3 നേരം കഴിക്കാം. ഇതിന്റെ കുറവ് ഉള്ളവരാണെങ്കിൽ അതിന്റെ എണ്ണം കൂട്ടേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ, നമ്മുടെ എത്രയാണോ ഇപ്പം കാൽസ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഡിന്റെ കുറവുണ്ടെങ്കിൽ ഡിന്റെ അളവ് കൂട്ടേണ്ടി വരും. അതേപോലെ തന്നെ കാൽസ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ കാൽസ്യത്തിന്റെ എണ്ണം കൂട്ടേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ 2 കഴിക്കേണ്ടി വരും, ചിലപ്പോൾ 1 മാത്രം മതിയാവും. അത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ വെൽനസ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫ്ലാക്സ് ഓയിൽ ആണ്. ഫ്ലാക്സ് ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അറിയാം, ചണവിത്ത് നിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഓയിലാണ്, മീൻ ഗുളിക പോലെയുള്ള ഓയിലാണ്. വേറെ ഒരു പ്രൊഡക്റ്റും നമുക്കുണ്ട് ഇതേ കാറ്റഗറി പെടുന്നത്. ഇതിന് വില ഇപ്പം 529 ആണെങ്കിൽ
ക്രിൽ ഓയിലിന് 1000-ന് മുകളിൽ വരുന്നുണ്ട്. അതാണ് രണ്ടും തമ്മിലുള്ള. പക്ഷെ ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് ക്രിൽ ഓയിലാണ്. പക്ഷെ വെജിറ്റേറിയൻ സോഴ്സിൽ വരുന്നതാണ് ചണവിത്തിൽ നിന്ന് എടുക്കുന്ന ഈ ഫ്ലാക്സ് ഓയിൽ. ഇത് നമുക്കറിയാം, ശരിക്കും പറഞ്ഞാൽ ഗർഭാശയത്തിനുള്ളിൽ നിൽക്കുന്ന സമയം മുതൽ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അല്ലെ. അത് മരിക്കുന്നത് വരെയും അത് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഹൃദയം. അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിന് നമ്മൾ എത്രമാത്രം പരിഗണന, നമ്മുടെ ഹൃദയത്തിന് എത്രമാത്രം പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ 25 വർഷത്തെ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ ഇന്ന് അറ്റാക്ക്, അതുപോലെ തന്നെ സ്ട്രോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 50% വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇന്ന് നമുക്ക് ഒരു പത്രം എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ന്യൂസ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാലോ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന എണ്ണം കൂടി വരികയാണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികൾ, പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ പോലും ഇന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. കണക്കുകൾ പറയുന്നത് 2030 ആകുമ്പോഴത്തേക്കിലും ആൾക്കാർ മരിക്കാനുള്ള മെയിൻ കാരണം ഹൃദയരോഗങ്ങൾ കൊണ്ടാണ് എന്ന് വെച്ചാൽ സ്ട്രോക്ക്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടാണ്, അതുപോലെ തന്നെ അറ്റാക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ 2030 ആകുമ്പോൾ ഏറ്റവും കൂടുതൽ. അത് 2030-ലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ചെറിയ ചെറിയ കുട്ടികൾ പോലും ഇന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ മുന്നേ പ്രായമായിട്ടുള്ളവർ ആണെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. ഇപ്പം നമ്മൾ പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നതൊക്കെ ചെറുപ്പക്കാരാണ്, വളരെ ചെറുപ്പക്കാരാണ്. നാട്ടിൽ നിന്ന് പോയി 3, 4, 5 വർഷമൊക്കെ ആവുമ്പോഴത്തേക്കും, കാരണം അവിടെയുള്ള ഫുഡുകൾ, ആ രീതിയിലുള്ള ഫുഡുകൾ കഴിച്ച് കാരണം നമ്മൾ ഓരോ ഫുഡിന്റെ കൂടെയും കോളയും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലുകളും പല്ലുകളും ഒക്കെ തേയ്മാനം സംഭവിച്ച് അങ്ങനെ ഹാർട്ടിനും ഫാറ്റൊക്കെ നിരവധി അടിഞ്ഞുകൂടി അങ്ങനെയാണ് നമ്മൾ മരണം സംഭവിക്കുന്നത്, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പലതരം ഹൃദയ രോഗങ്ങളുണ്ട് ഇതിനകത്ത്. കൊറോണറി ആർട്ടറി ഡിസീസും അതുപോലെ തന്നെ കൊറോണറി ആർട്ടറിയുടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലോക്കേജിന്, അതിനുള്ള ബ്ലോക്കേജിന് കാരണമായിട്ട് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്താണ്, കൊളസ്ട്രോളിന്റെയും ഫാറ്റിന്റെയും ഡെപ്പോസിറ്റ് ഹാർട്ടിന്റെ ഈ ചുവരുകളിലാണ് ശരിക്കും പറഞ്ഞാൽ അടിഞ്ഞുകൂടുന്നത്. രക്തത്തിന്റെ ഒഴുക്കിന് ഇതാണ് രക്തത്തിന്റെ ഒഴുക്കിനെ ശരിക്കും പറഞ്ഞാൽ തടസ്സമായിട്ട് വരുന്നത്. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, omega-3 omega-6 ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് ആർട്ടറി, ഈ സംഭവങ്ങൾ, ഈ നമ്മുടെ ഫാറ്റും ഇതൊക്കെ നമ്മൾ എവിടെ പോയിട്ട് ശരിക്കും ഇതിന്റെ ഭിത്തികൾ, ഹാർട്ടിന്റെ പമ്പിങ്ങിനെ ഇത് ശരിക്കും പറഞ്ഞാൽ എത്രയാണോ പമ്പ് ചെയ്യേണ്ടത് ആ രീതിയിൽ ഇതിനെ തടഞ്ഞു നിർത്തുന്നു. ഇതിന് ഫാറ്റും ഇത് നർസിനകത്തും ഒക്കെ നമ്മൾ ബ്ലോക്ക്, എങ്ങനെയാണ് നമ്മൾ ബ്ലോക്ക് പറയുന്നത്, ഫാറ്റും ഇതൊക്കെ അടിഞ്ഞുകൂടി ഇത് കറക്റ്റായിട്ട് പോവാതുകൊണ്ട് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ അടിഞ്ഞുകൂടി നമുക്ക് ഹാർട്ട് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, അറ്റാക്ക് സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലാക്സ് ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ചണവിത്തിൽ നിന്നാണ് എടുക്കുന്നത്. ആൽഫ ലിനോലിൻ ആസിഡ് ഇതിൻ്റെ അകത്ത് എസെൻഷ്യലും ഇതൊക്കെ ഫാറ്റി ആസിഡും അതുപോലെ തന്നെ ഇതൊക്കെ ഇതിനകത്ത് ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയും, കുട്ടികൾക്ക് പോലും കൊടുക്കാൻ വേണ്ടി സഹായിക്കും. ബ്രെയിൻ ഫംഗ്ഷൻ ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫ്ലാക്സ് ഓയിൽ. എല്ലാവരും കഴിക്കേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 60% omega-3 ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്, 20% omega-6 ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റും കൂടിയാണ്. ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്, അതുകൊണ്ട് തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ഇ കൂടി നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോശങ്ങളുടെ ഫ്രീ റാഡിക്കലിന്റെ അറ്റാക്കിനെ ഇത് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അത് ഒരു നിരവധി സവിശേഷത ഇതിനുണ്ട്. കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നുണ്ട്, LDL കൊളസ്ട്രോളിനെയും HDL കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ പറയുന്ന ഫാറ്റിനൊക്കെ അലിയിച്ച് ഇല്ലാതാക്കാം. ഇതിനെ നമുക്ക് ഓരോരാൾക്കും ഡെമോ അടക്കം കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു തെർമോകോളിന്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെമോ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാറ്റിനെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ രക്തക്കുഴലിന്റെ സുഗമമായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഫ്ലാക്സ് ഓയിൽ. അതുപോലെ തന്നെ രക്തത്തിന്റെ ഷുഗറിന്റെ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ BP ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സാധിക്കുന്നുണ്ട്. ഫാറ്റിനെ ബേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന എല്ലാവരും, വെയിറ്റ് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ നമ്മുടെ ഫ്ലാക്സ് ഓയിൽ നമുക്ക് കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫാറ്റിനെ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഹോർമോൺ ഇംബാലൻസിനെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഈ മെൻസ്ട്രൽ സർക്കിളിലൊക്കെ ഉണ്ടാകുന്ന പല പ്രോബ്ലംസിനും ഒരു സപ്പോർട്ടിങ് ആയിട്ട് നമുക്ക് ഫ്ലാക്സ് ഓയിൽ ഉപകാരപ്രദമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും
നമ്മളിത് കഴിക്കേണ്ടതായിട്ടുണ്ട്. ആരൊക്കെ കഴിക്കണം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കണം, ഷുഗർ ഉള്ളവർക്ക് കഴിക്കണം. കാരണം ഷുഗർ ഉള്ളവർക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് കാർഡിയാക്കിന്റെ പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവർ നിർബന്ധമായിട്ടും കഴിക്കേണ്ടവരാണ്. ഇവിടെ ഷുഗർ ഉള്ള ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഫ്ലാക്സ് ഓയിൽ അതിന്റെ കൂടെ, നമ്മൾ ഒരു പക്ഷേ നീമും ഗ്ലൂക്കോ ഹെൽത്ത് മാത്രമായിരിക്കും പറയുന്നുണ്ടാവും, പക്ഷെ അതിന്റെ കൂടെ ഫ്ലാക്സ് ഓയിലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആൻജിയോ കഴിഞ്ഞവർക്കൊക്കെ പിന്നീട് ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഫ്ലാക്സ് ഓയിൽ. ഇത് കഴിക്കേണ്ടത് ഫുഡിന്റെ കൂടെയോ അല്ലെങ്കിൽ ആഫ്റ്റർ ഫുഡിന്റെ കൂടെയോ നമുക്ക് 3 നേരം ആയിട്ട് ഓരോ ക്യാപ്സൂൾ വീതം നോർമൽ കേസിൽ കഴിക്കാം. ഇനി കൂടുതൽ കൊളസ്ട്രോളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന്റെ എണ്ണം കൂട്ടേണ്ടതായിട്ടുണ്ട്. 2 കൂട്ടേണ്ടതായിട്ടുണ്ട്. ഇത്രയാണ് പറയാനുള്ളത്. സമയക്കുറവ് കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, എന്നിരുന്നാലും അത്യാവശ്യമുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. കോംബയോട്ടിക്സിനെ കുറിച്ചിട്ട് പറയണം. അടുത്ത പ്രൊഡക്റ്റ് ആണ് കോംബയോട്ടിക്സ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, നമ്മുടെ കുടൽ നന്നായാൽ ഉടൽ നന്നാവും എന്നുള്ള ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട് അല്ലെ. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് കോംബയോട്ടിക്സ് എന്ന് പറയുന്നത്. എന്താണ് പ്രോബയോട്ടിക്കിന്റെയും പ്രീബയോട്ടിക്കിന്റെയും കലവറയാണ് നമ്മുടെ ആമാശയം അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ ഇരിക്കും. നമ്മുടെ ശരീരത്തിലൊക്കെ ഒരുപാട് ബാക്ടീരിയാസ് ആവശ്യമാണ്. ബാക്ടീരിയ ഉണ്ട്, ഗുഡ് ബാക്ടീരിയയും ബാഡ് ബാക്ടീരിയ ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് നിരന്തരമായിട്ട് കഴിക്കുന്ന പല പല മെഡിസിനിലൂടെയും ഇത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന നിരവധി കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇന്ന് അറിയാം അല്ലെ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ പാക്കറ്റ് ഫുഡുകളാണ് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്കുകളൊക്കെയാണ് കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്, മുതിർന്നവരും കഴിക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫുഡിനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹമാണ് നമ്മൾക്ക് ഇന്ന് കാണുന്നത്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിന്റെ വലിപ്പം ഇന്ന് കൂടിക്കൂടി വരുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ന് പ്രോബ്ലം വരുന്നത് ഗട്ടിനകത്ത് തന്നെയാണ്. അപ്പൊ ഗട്ട് നമുക്ക് ക്ലിയർ ആയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ശരീരം നന്നായി എന്ന് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. നമ്മളെ ഈ കോംബയോട്ടിക്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അസ്ഥി സോറി ഇതിനകത്ത് ഞാൻ പറഞ്ഞു ക്യാപ്സൂൾ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ക്യാപ്സൂളിന്റെ ഉള്ളിൽ വീണ്ടും ഒരു ക്യാപ്സൂൾ ആയിട്ട് ഇറക്കിയിട്ടുള്ള ഒരേ ഒരു കമ്പനി വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത്രയും എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഉള്ളിലത്തെ ക്യാപ്സൂൾ ബാക്ടീരിയ ആണെങ്കിൽ അതിന്റെ പുറത്തുള്ള ഭാഗം ബാക്ടീരിയക്കുള്ള ഫുഡാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്രയും എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ശരീരത്തിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത ഇതിൻ്റെ അകത്ത് ധാരാളം മിനറൽസും കൂടി അടങ്ങിയിട്ടുണ്ട്. മിനറൽസ് നമുക്ക് അത്യാവശ്യമാണ് അല്ലെ, നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മിനറൽസ്. ഇതിൻ്റെ അകത്ത് മിനറൽസും അടങ്ങിയിട്ടുണ്ട്. മിനറൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥികളും പല്ലുകളും അതുപോലെ ശരീരത്തിൽ ജലാംശം നിലനിർത്താനും കാൽസ്യത്തിന്റെ കുറവും അയൺ സിങ്ക് ഇതൊക്കെ നമ്മളെ BP ഇതൊക്കെ നമുക്ക് മസിൽ പവറും ഇതൊക്കെ നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മിനറൽസ് ഒക്കെ അത്യാവശ്യമാണ്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് വേറെയും പ്രൊഡക്റ്റ് ഉണ്ട്, മിനറൽസ് സുലഭമായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റുകളുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ദഹനം നടക്കുന്നില്ലെങ്കിൽ നമ്മളെ കുടലിൽ അടങ്ങിയിരിക്കുന്ന നല്ല ബാക്ടീരിയ ആയിട്ടുള്ള പ്രോബയോട്ടിക്സ് അത് നമുക്ക് നമ്മുടെ കെമിക്കൽസ് കൊണ്ട് നമുക്ക് ഇല്ലാണ്ടായി പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ ഇന്ന് അറിയാം, നമ്മളെ ഇന്ന് ഭക്ഷണം എത്ര കിട്ടിക്കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടൽ ഭക്ഷണങ്ങളായി കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്ന സമയത്തായി കഴിഞ്ഞാലും ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്താണ്, കെമിക്കൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഇന്ന് ചെറിയ കുട്ടികൾ പോലും ഇന്ന് അൾസറും അതുപോലെയുള്ള പല പല പ്രശ്നങ്ങളൊക്കെ ഇന്ന് വരുന്നതിന്റെ മെയിൻ കാരണം ഇങ്ങനെയുള്ള ഫുഡുകൾ കൊടുക്കുന്നുണ്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. ഇത് വളരെ ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഇന്ന് നമ്മളെ കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അറിയാം, സ്കൂൾ വിട്ട് അല്ലെങ്കിൽ ബസ് ഇറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ സ്കൂൾ ബസ് ഇറങ്ങിയതിന് ശേഷം തൊട്ടടുത്ത കടയിൽ നിന്ന് ഇതുപോലെയുള്ള പാക്കറ്റുകൾ വാങ്ങിച്ചിട്ടാണ് നമ്മൾ വെറും വയറ്റിലാണ് നമ്മൾ ഈ സാധനം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എരിവും പുളിയും ഉപ്പും ഒക്കെ കൂടുതലായിട്ട് ചേർന്നിട്ടുള്ള ഈ പാക്കറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കുട്ടികൾ വരുന്നത്. എല്ലാ അമ്മമാരും രക്ഷിതാക്കളും ഒക്കെ ഇത് വാങ്ങിക്കാനുള്ള പൈസയും എല്ലാ ദിവസവും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കൂടുതലായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളാണ്. കാരണം എത്ര കുട്ടികളുണ്ട് ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണുകയും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി സാധിക്കും, അസുഖമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇത് ലക്ഷണങ്ങൾ, നമുക്ക് വയറിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിന്റെ കുറെ ലക്ഷണങ്ങളുണ്ട് അല്ലെ. അതിശക്തമായ വയറുവേദന, വയറ് വീർത്തിരിക്കുക, ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അസാധാരണമായ വിധത്തിൽ തടി കുറയുക, അനീമിയ, കുട്ടികളുടെ ഭക്ഷണം
കുട്ടികൾക്ക് ഭക്ഷണം വിഴുങ്ങാനുള്ള, കാരണം ഇങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്കും കാര്യങ്ങളും ഇങ്ങനെയുള്ള കഴിച്ചും പിന്നീട് നമുക്ക് ഹാർഡായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, കുടലിനകത്തെ സൂക്ഷ്മ ജീവികൾ, ദഹന വ്യവസ്ഥകളാകുന്ന ബാക്ടീരിയ, പ്രോബയോട്ടിക്സ്, ഇത് നശിക്കാൻ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കാരണക്കാരനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ തന്നെ ഞാൻ പറഞ്ഞു, ക്യാപ്സൂളിന്റെ ഉള്ളിൽ ക്യാപ്സൂളാണ്. വൈറ്റമിൻസും മിനറൽസും പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പുറത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഉള്ളിൽ നല്ല ബാക്ടീരിയ ആണ് ഉള്ളത്, അതിന്റെ ഫുഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഗുണങ്ങൾ എന്താണ്? ഊർജം, ഇമ്മ്യൂണിറ്റി, ദഹന പ്രക്രിയ, അതുപോലെ തന്നെ പോഷകക്കുറവ്, അതുപോലെ തന്നെ ഹൃദയരോഗങ്ങൾ, ഡയബറ്റിക്, ഓസ്റ്റിയോപൊറോസിസ്, സീസണിൽ വരുന്ന പല പല രോഗങ്ങൾ, ഇതിനൊക്കെ നമുക്ക് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു പരിധി വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ട് ഒരു പ്രോഡക്റ്റ് ആണ് കോംബയോട്ടിക്സ്. നിർബന്ധമായിട്ടും നമ്മൾ ഇന്ന് കഴിക്കുന്ന പച്ചക്കറികളിലൊക്കെ ഒരുപാട് ടോക്സിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ഇതിന്റെ ഭാഗമായിട്ട് മാറണം. ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവരും നിർബന്ധമായിട്ട് യൂസ് ചെയ്യാം. ഇത് ആരൊക്കെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ, വിശപ്പില്ലാത്ത കുട്ടികൾ, വിശപ്പില്ല, ഭക്ഷണത്തോട് വലിയ രീതിയിൽ ഭക്ഷണം വേണ്ട എന്നൊക്കെ പറയുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ കോംബയോട്ടിക്സും അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു പ്രൊഡക്റ്റ് മൾട്ടി വിറ്റാമിൻ ഗമ്മീസ്, അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വിശപ്പില്ലാത്ത കുട്ടികൾ പോലും ഭക്ഷണം ചോദിച്ചു വാങ്ങിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ദഹന പ്രക്രിയ താറുമാറായിട്ട് ഉള്ള മുതിർന്നവര്, പ്രതിരോധ ശേഷി കുറഞ്ഞവര്, ആഹാരത്തോട് മടുപ്പുള്ളവർ, പോഷകങ്ങളോട് ആഗിരണം കുറവുള്ളവര്, സ്ട്രെസ് അനുഭവിക്കുന്നവര്, ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്നവര്, ഫിറ്റ്നസ് ആഗ്രഹിക്കുന്നവര്, ഇവരൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒന്നുകിൽ രാവിലെ കഴിക്കാം, ഇല്ലെങ്കിൽ ഉച്ചക്ക് ഒരു ക്യാപ്സൂൾ എന്നുള്ള രീതിയിൽ നോർമൽ കേസിൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അടുത്തതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിരവധി ഇന്ന് മുടി കൊഴിച്ചലിന് ഒരു കാരണം പോലും വൈറ്റമിൻ ഡി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സ്കിൻ അലർജി പ്രശ്നങ്ങൾ വൈറ്റമിൻ ഡിന്റെ പ്രശ്നം കൊണ്ട് വരും. വൈറ്റമിൻ ഡി നമുക്ക് അത്യാവശ്യമാണ്. ഇന്ന് വെയിൽ കൊള്ളുന്നില്ല, അല്ല, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു വെയിൽ വരുമ്പോൾ തന്നെ ആൾക്കാർ കുടയും പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇല്ലെങ്കിൽ ഓട്ടോയും അല്ലെങ്കിൽ സ്വന്തം വാഹനത്തിലും ഒക്കെ വെയിൽ കൊള്ളാത്ത രീതിയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഡീന്റെ കുറവ് വളരെ കൂടുതലാണ്. സമയം ശ്രദ്ധിക്കും. ഓക്കെ, വൈറ്റമിൻ ഡിന്റെ കുറവ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് ഉണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. നമ്മുടെ ഇത് സബ്ലിംഗൽ സ്പ്രേ, ഞാൻ നേരത്തെ പറഞ്ഞു, നാക്കിനടിയിലാണ്. നമുക്ക് ഒരു ദിവസം നോർമൽ കേസിലാണെങ്കിൽ ഒരു സ്പ്രേ എന്നുള്ള രീതിയിൽ മുതിർന്നവർക്ക് 1-2 സ്പ്രേ ചെയ്യാവുന്നതാണ്. രാവിലെ 1, രാത്രിക്ക് 1 കൊടുക്കാവുന്നതാണ്. ഇതിന്റെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് വേർക്കുക, അമിതമായിട്ടുള്ള ക്ഷീണം, മോശമായിട്ടുള്ള ദഹനം, മോശമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ സന്ധിവാതം, ജോയിന്റ് പെയിന്, അമിതമായിട്ടുള്ള വണ്ണം, മൂഡ് സ്വിങ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവരൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ വ്യത്യാസമുണ്ട്. കാരണം നമ്മളിന്ന് വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും മിനറൽസും വൈറ്റമിൻസും ഇതൊക്കെ ശരിക്കും ആഗിരണം ചെയ്യാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. മഗ്നീഷ്യം പോലെ തന്നെ ഒരു പ്രൊഡക്റ്റാണ് വൈറ്റമിൻ ഡി. അപ്പോൾ നമ്മൾ എല്ലാവരും നിർബന്ധമായിട്ടും വൈറ്റമിൻ ഡി യൂസ് ചെയ്യണം. ഈ ഇൻഫെക്ഷനും ഇമ്മ്യൂണിറ്റിയും ഇതൊക്കെ ഉള്ളവർ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഡീന്റെ അത്യാവശ്യമാണ്, ഡി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഞാൻ കഴിക്കേണ്ട രീതി പറഞ്ഞു, രാവിലെ 1 അല്ലെങ്കിൽ രാത്രിയിൽ 1. കൂടുതൽ പ്രശ്നങ്ങളില്ലവർക്ക് ആ രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത ഒരു ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് CMD ആണ്. CMD എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ്. ഇത് നമുക്ക് ഒരു അനുഗ്രഹമാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ് ഈ രീതിയിൽ എത്തിക്കാൻ വേണ്ടി പറ്റിയ ഒരു വണ്ടർഫുൾ ആയി നമ്മുടെ കമ്പനി വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. വേൾഡ് വൈഡിൽ ഉണ്ടെങ്കിൽ പോലും ഇത്രയും മിനറൽസ് നമ്മുടെ ശരീരത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 60ഓളം മിനറൽസ് നമുക്ക് ആവശ്യമാണ്. മിനറൽസ് ഇല്ലെങ്കിൽ നമുക്ക് പല അസുഖങ്ങൾ. ഇവിടെ ഇരിക്കുന്ന ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മിനറൽസ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് മിനറൽസ് വളരെ അത്യാവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ്. ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ നമുക്ക് കുറെ നാൾ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് മിനറൽസ് നമുക്ക് ഇതിൻ്റെ അകത്ത് എസെൻഷ്യൽ നമുക്ക് മിനറൽസിൽ അത്യാവശ്യം 7 മാക്രോ മിനറൽസും വേണം, 10 ട്രേസ് മിനറൽസും വേണം. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് സഫീഷ്യന്റ് ആയിട്ടുണ്ട്. കാൽസ്യം, ഇതിൻ്റെ അകത്ത് കാൽസ്യവും അതുപോലെ തന്നെ
മഗ്നീഷ്യം, ഞാൻ നേരത്തെ പറഞ്ഞു, മഗ്നീഷ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവും. 4-ൽ 1 ഈ മഗ്നീഷ്യത്തിന്റെ കുറവുണ്ട് എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹാർട്ട് ഫങ്ഷനും ഇതൊക്കെ കറക്റ്റ് അല്ലാത്ത രീതിയിൽ പോകുന്നത്. നമ്മൾ ഹാർട്ട് ഫങ്ഷന് നമ്മൾ ഫ്ലാക്സ് ഓയിലും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോലും നമ്മൾ മിനറൽസ് ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ അഭാവം അവിടെ ഉണ്ടാവും. അത് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ ഫോസ്ഫേറ്റ്, ഫോസ്ഫറസ് ഇതൊക്കെ ആവശ്യമാണ്. പൊട്ടാസ്യം ആവശ്യമാണ്. പൊട്ടാസ്യം നമുക്കില്ലെങ്കിൽ ഞരമ്പിന്റെ പ്രവർത്തനം നേരെയാവില്ല. ശരീരത്തിന്റെ pH വാല്യൂ തെറ്റായിട്ട് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ മാലിന്യം ശരിക്കും പറഞ്ഞാൽ പുറത്തു പോകാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടാവും. അതുപോലെ തന്നെ സൾഫർ സൾഫർ നമുക്ക് ആവശ്യമാണ്. സോഡിയം ആവശ്യമാണ്. BP കൺട്രോൾ ഒക്കെ ചെയ്യേണ്ടെങ്കിൽ സോഡിയം ആവശ്യമാണ്. ഇതൊക്കെ നമ്മളെ ശരീരത്തിൽ ആവശ്യമായിട്ട് പ്രോപ്പറായിട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് മിനറൽസിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. വൈറ്റമിൻ ഡി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 80 മുതൽ 90% ആൾക്കാർക്കും ഇത് കുറവാണ് എന്നാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പരിഹരിക്കാനും വൈറ്റമിൻ ഡി കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തിക്കാനും മിനറൽസും കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡി ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് സിങ്ക് കുറയുന്നുണ്ടാവും. സിങ്ക് കുറയുന്ന സമയത്ത് നമ്മൾ CMD കൊടുക്കുകയാണെങ്കിൽ CMDയിൽ നമുക്ക് ധാരാളം സിങ്ക് ഉണ്ട്. അപ്പോൾ സിങ്ക് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ അയേണിന്റെ കുറവുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ലേഡീസിനെ കാണാൻ പറ്റും. അവിടെ നമുക്ക് ഫോളിക് ആൻഡ് അയൺ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ പോലും അതിന്റെ കൂടെ നമ്മൾ മിനറൽസും കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരട്ടിയായിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഏറ്റവും കൂടുതൽ എന്താവുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഇതിന്റെയൊക്കെ കാരണമായിട്ട് അസഡിക് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ വന്നത്. ഏറ്റവും കൂടുതൽ അസഡിക്കിന്റെ പ്രശ്നമാണ് അല്ലെ. നമ്മുടെ ബോഡിയെ അസഡിക്കിൽ നിന്നും ആൽക്കലൈനിലേക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, pH വാല്യൂ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ മണ്ണിലൊക്കെ നമ്മൾ pH വാല്യൂ കറക്റ്റ് ചെയ്യാൻ വേണ്ടി കുമ്മായം അതൊക്കെ നമുക്ക് ചേർക്കാറുണ്ട് അല്ലെ. അതേപോലെ നമ്മുടെ ബോഡീനെ ആൽക്കലൈനിലേക്ക് അല്ലെങ്കിൽ pH വാല്യൂ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള മിനറൽസ് ഏതാണെന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ് ആയിട്ടുള്ള ഈ ഒരു CMD ആണ്. ഇതിന്റെ അകത്ത് 84 മിനറൽസ് ഇതിന്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പർ കുറഞ്ഞു കഴിഞ്ഞാൽ കോശങ്ങളുടെ ഹെൽത്തിന് ഇത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂട്രലൈസ് ചെയ്യാൻ ഏറ്റവും മെയിൻ ആയിട്ട് ആൽക്കലൈൻ ആക്കി മാറ്റുക എന്നുള്ളത്. ബോഡി ആൽക്കലൈൻ ആണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക പ്രോബ്ലംസിനും പരിഹാരമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അസഡിക് ആവുന്ന സമയത്താണ് നമുക്ക് ഗ്യാസ് ട്രബിളിന്റെ ഇതിന്റെ ഒക്കെ പ്രോബ്ലംസ് വരുന്നത്. ആ സമയത്ത് ഇപ്പൊ നമ്മൾ ഒരു ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഉണ്ടല്ലേ പഞ്ചതുളസി ഡ്രോപ്സും അതുപോലെ തന്നെ CMD കൂടി മിക്സ് ചെയ്ത് നമ്മൾ കുടിക്കുകയാണ്. വെറും അരമണിക്കൂർ വേണ്ട. അതിനു മുന്നേ നമ്മൾ ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഡോക്ടറെ അടുക്ക പോയി കഴിഞ്ഞാലോ ഒരു 400-500 രൂപ അദ്ദേഹത്തിന്റെ ഫീസ്, ഒരു 10-700 രൂപയുടെ മരുന്ന്, എന്തെങ്കിലും സ്കാനിങ്, അതുപോലെ തന്നെ എക്സ്റേ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഒരുപാട് പൈസ ചെലവുണ്ടാവുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ശരിക്കും 970 രൂപയുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം 133 ഏകദേശം 130ഓളം ബോട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഈ മിനറൽസ് അടങ്ങിയിട്ടുള്ള വാട്ടർ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് ക്രിക്കറ്റ് കളിക്കാരെയും ഫുട്ബോൾ കളിക്കാരെയൊക്കെ കാണാറുണ്ട് അല്ലെ. അവർ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വെള്ളം കുടിക്കുന്നുണ്ടാവും. ആ വെള്ളം കുടിക്കുന്നതിനകത്തും ഈ CMD അടങ്ങിയിട്ടുണ്ട്. ഇപ്പം കോഹ്ലി അതുപോലെ തന്നെ ധോനി ഇങ്ങനെയുള്ളവരൊക്കെ കുടിക്കുന്ന വെള്ളത്തിന് ഒരു ലിറ്റർ വെള്ളത്തിന് എന്ന് പറഞ്ഞാൽ 200 മുതൽ 400 രൂപ വരെ വില വരും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാട്ടെ, 970 രൂപയുണ്ടെങ്കിൽ നമുക്ക് 130 ബോട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അത്രയും എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതില് നമുക്ക് CMD നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആൽക്കലൈൻ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, BP കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, മെന്റൽ ക്ലാരിറ്റി കൃത്യമായിട്ട് കിട്ടും, സ്കിൻ പ്രോബ്ലം ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും, നഖത്തിന്റെ വളർച്ചയ്ക്ക് സഹായിക്കും, UTI തടയാൻ ഒരു പരിധി വരെ സഹായിക്കും. അതുപോലെ തന്നെ സിങ്ക്, സ്പേം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും, കാൽസ്യം, മസിൽ കറക്റ്റും ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും, സെലീനിയം അടുത്തുള്ള ജനറേഷന് വേണ്ടുന്നുള്ള നമ്മുടെ ബോഡിയെ പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും, മൂഡ് സ്വിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ജോയിന്റ് പെയിൻ ഉള്ളവർക്ക് നമ്മൾ കാൽസ്യം ഗ്ലൂക്കോസാമിനും കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ CMDയും അതുപോലെ തന്നെ നോനിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള നമുക്ക് എക്സലന്റ് ആയിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നമ്മളെ ബോഡിയെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. നമ്മളെ ബോഡി കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്ത് അസുഖത്തിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് പ്രോട്ടീൻ പൗഡർ പറഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലെ. പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്, നമ്മുടെ ശരീരത്തിലുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആണ് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. പ്രോട്ടീൻ പൗഡറിനകത്ത് നമുക്ക് ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ, ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള
സോയാ പ്രോട്ടീനാണ് നമുക്കിന്ന് ലഭിക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വാനിലയുടെയും ചോക്ലേറ്റിന്റെയും ഫ്ലേവറും കൂടി ആഡ് ചെയ്തിട്ട് മുതിർന്നവർക്കും കഴിക്കാം അത്. അപ്പോ നമുക്ക് പ്രോട്ടീൻ നമ്മളെ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ കട്ടകളും അതുപോലെ തന്നെ കല്ലുകളും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം പ്രോട്ടീൻ പൗഡർ ആണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ബോഡി വെയിറ്റ് എത്രയാണോ അത്രയും ഗ്രാം നമുക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. അത് നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരാ, പ്രോട്ടീൻ പൗഡർ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഏത് ഫ്ലേവറിലാണോ വേണ്ടത് ആ ഫ്ലേവർ അവൈലബിൾ ആണ്. നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇന്ന് ഏത് അസുഖം ഉള്ളവർക്കായി കഴിഞ്ഞാലും ഇന്ന് കീമോ ഒക്കെ ചെയ്യുന്നവർക്ക് RCC പോലെയുള്ള സ്ഥലങ്ങളിൽ ആദ്യം കൊടുക്കുന്നത്, മുടി കൊഴിച്ചലും ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ആദ്യം കൊടുക്കുന്നത് നമുക്ക് ഈ പ്രോട്ടീൻ പൗഡറാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് പല രീതിയിൽ ഇന്ന് എടുക്കുന്നത് മുടിയിലാണ്. നമ്മുടെ ശരീരത്തിൽ മുടിയിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്. നമ്മൾ പല അമ്പലങ്ങളിലൊക്കെ നമ്മൾ മുടി കളയുന്ന മുണ്ടനം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ മുടിയൊക്കെ കോടിക്കണക്കിന് രൂപക്ക് ലേലം ചെയ്തിട്ട് ഇതുപോലെ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്ന പല കമ്പനികളാണ് അത് എടുക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചാൽ മതി എന്തൊക്കെ പ്രശ്നങ്ങളില്ല പല ആൾക്കാരുടെ മുടിയിൽ നിന്ന് സിന്തറ്റിക് ആയിട്ടാണ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും കൂടുതൽ സിന്തറ്റിക് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഐസൊലേറ്റഡ് വെജിറ്റേറിയൻ സോഴ്സിൽ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള സോയാബീൻസ് നിന്ന് എടുക്കുന്ന പ്രോട്ടീൻ പൗഡർ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നമ്മളെ ബോഡിക്ക് കറക്റ്റ് ആയിട്ടുള്ള പിന്നെ പ്രോട്ടീൻ പൗഡർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്ക് ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ക്യാൻസർ രോഗങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള കീമോ ചെയ്യുന്നവർക്ക്, സ്ട്രോക്ക് വന്ന് തളർന്ന് കിടക്കുന്നവർക്ക്, ഇവർക്കൊക്കെ നമ്മൾ പ്രോട്ടീൻ പൗഡർ ഇത് കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ റീകവറി ആയിട്ട് വരുന്നുണ്ടാവും, പെട്ടെന്ന് തന്നെ അവർക്ക് ഊർജം കിട്ടുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ ഒരു ഫൗണ്ടേഷൻ ആണ് നമ്മളോട് ഞാൻ പല പ്രാവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്ന അസുഖത്തിന് നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അസുഖം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും നമ്മൾ ഇത് പ്രോപ്പറായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തെ പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും എല്ലാ ഘടകങ്ങളും അടങ്ങിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് നിർബന്ധമായിട്ടും എല്ലാവരും വാങ്ങിക്കുക. ഇതിൽ വെള്ളം ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേപോലെ നമ്മുടെ ശരീരത്തിലും വെള്ളം ചേർക്കുന്ന പോലെ തന്നെയായിട്ട് മാറുന്നുണ്ടാവും. വെള്ളം ചേർക്കാതെ നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ കോമ്പിനേഷനിൽ ഏതാണ് വില കുറഞ്ഞ സാധനം അത് മാത്രം വാങ്ങി ഉപയോഗിക്കാതെ പ്രൊഡക്റ്റുകൾ കോമ്പിനേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ സ്പീഡ് കൂടിയോ എന്താണ് എല്ലാവർക്കും എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാൻ പറ്റിയോ ഒന്നും അറിയില്ല. എന്നിരുന്നാലും കാരണം ഇത്രയും പ്രൊഡക്റ്റ് ഇവിടെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫൗണ്ടേഷൻ നമ്മൾ കോമ്പിനേഷൻ ചോദിക്കുന്നതിനെക്കാട്ടിൽ ഈ ഒരു കോമ്പിനേഷൻ കൊടുക്കണമെങ്കിൽ ഒരസുഖം മാത്രമല്ല, ഇപ്പൊ ഷുഗർ വരും, ഇവർക്ക് കാർഡിയാക്കിന്റെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോ മസിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ അയക്കുന്ന ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളുണ്ട്. ഫ്ലാക്സ് ഓയിൽ ഇറങ്ങിയിട്ടുണ്ട് അതിൽ. അപ്പൊ കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നർവ്സ് സംബന്ധമായിട്ട് പ്രശ്നമായിട്ടുള്ള അവർക്കത് ക്ലിയർ ആക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നർവ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മസിൽ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അപ്പൊ നമ്മൾ പ്രോട്ടീൻ പൗഡർ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ക്ലിയർ ആകുന്നുണ്ടാവും. മിനറൽസിന്റെ കുറവ് കൊണ്ട്, നമുക്ക് സോഡിയത്തിന്റെ കുറവ് കൊണ്ടൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് സോഡിയത്തിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് മിനറൽസിലൂടെ CMD നമുക്ക് മിനറൽസ് കിട്ടുന്നുണ്ടാവും. ഇങ്ങനെ എല്ലാം കോമ്പിനേഷൻ ആയിട്ടുള്ള ദഹന വ്യവസ്ഥ കറക്റ്റ് കോംബാറ്റിക്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുവാണെങ്കിൽ, കൃത്യമായിട്ട് കഴിക്കുവാണെങ്കിൽ, പ്രോപ്പറായിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും എനിക്കിങ്ങനെ ഒരു അവസരം തന്ന എന്റെ ലീഡറിനോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വിഷ് യു വെൽത്ത്. താങ്ക് യു വിനോദ് സാർ. ഈ വിനോദ് സാർ പറഞ്ഞ പ്രൊഡക്റ്റ് എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ ആ വാക്ക് ഓർത്താൽ മതി. നമ്മളെല്ലാവരും രോഗികളെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതല്ല വേണ്ടത്. നമ്മൾക്ക് എല്ലാവർക്കും ഈ വന്നിരിക്കുന്ന ഇന്ന് 100 പേര് ഈ സെഷൻ പങ്കെടുത്തിട്ടുണ്ട്. 8 പേരോളം നെറ്റ്വർക്ക് ഇഷ്യൂ ഔട്ടായി കയറിക്കൊണ്ടിരിക്കുകയാണ്. 100 പേര് കറക്റ്റ് ഞാൻ അറ്റൻഡൻസ് ചെയ്തിട്ടുണ്ട്. ഈ 100 പേരും ഫൗണ്ടേഷൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള തീരുമാനം നോക്കുക. അത് നമ്മളെ അസുഖം, നമ്മൾ ഇനി അങ്ങോട്ട് രോഗികളായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളെ രോഗികൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. അവർക്കല്ല ഈ സാധനം ആവശ്യം, നമ്മൾക്കാണ് ആവശ്യം. അസുഖമില്ലാത്ത നമ്മൾക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വളരെ മനോഹരമായിട്ട് അത് എത്ര രീതിയിൽ അത്രയും വ്യക്തമായി വിനോദ് സാർ പറഞ്ഞു തന്നിട്ട് ഞാനിപ്പോൾ ചോദിക്കാൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണെങ്കിൽ എല്ലാ ആഴ്ചകളും നമുക്ക് അതുപോലെ പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാ ആഴ്ചകളും വിനോദ് സാറിന്റെ സെഷൻ ഉണ്ടാവും. ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് ഉണ്ടാവും.
കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ സെഷൻ ചെയ്യുന്നുണ്ടാവുക. ഇന്ന് തരുന്ന കംപ്ലീറ്റ് പ്രൊഡക്റ്റിന്റെ ഫൗണ്ടേഷൻ പ്രൊഡക്റ്റാണ്. നിങ്ങൾ ഇരിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ നോക്കുക. ഈ പറഞ്ഞ പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ടോ, പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ടോ. നിങ്ങൾ ഇതിൽ ചിലപ്പോൾ പല പ്രൊഡക്റ്റുകളും പല ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ടാവും, എന്തെങ്കിലും ഒന്ന് രണ്ടോ വിട്ടുപോയിട്ടുണ്ടാവും. അതും കൂടെ ആഡ് ആക്കിയിട്ട് ഉപയോഗിക്കുക. ഈ 6 പ്രൊഡക്റ്റും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഹെൽത്ത് പ്രോബ്ലംസ് നിങ്ങൾക്ക് വരത്തില്ല. അത് ശ്രദ്ധിക്കുക. എനിവേ വളരെ വണ്ടർഫുൾ ആയിട്ട് സെഷനായിരുന്നു ഇന്നത്തെ ദിവസത്തെ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ടീമിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. നമ്മൾ മറ്റുള്ള ലീഡേഴ്സിന്റെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളവിടെ ഇരുന്ന് കേൾക്കുന്ന ഒരു കാഴ്ചക്കാരനായി മാറുകയാണ്. നമ്മൾക്ക് നമ്മൾക്ക് വളരാനുള്ള ഒരു സെഷനാണിത് നമ്മുടെ ഓർഗനൈസേഷനിൽ. ഇനി ഇനി അങ്ങോട്ടുള്ള ഒരു 90 ഡേയ്സ് മിഷൻ പോലെ നമ്മൾ ഇതുപോലെ സെഷനിലും ലീഡർമാരെ ക്രിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്കും അറിയാവുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റിനെ കുറിച്ച് ഏതെങ്കിലും ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇത് പഠിച്ചെടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ 20 മിനിറ്റോ ഇതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് വരുള്ളൂ. ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു 100 പേര് പങ്കെടുത്തിട്ടുണ്ട്. ഈ 100 പേരും നാളെ വരണം എന്ന റിക്വസ്റ്റ് ആണ്. കാരണം ഇന്ന് CP റണ്ണിങ് ചെയ്യുന്ന ഇത്രയും വലിയ ടീമിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ CP പങ്കെടുക്കുന്ന ടീം നമ്മുടെ ടീമാണ്. നമുക്കിത് 300 പേര് പങ്കെടുക്കുന്ന CP ആക്കി മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു 10-ാം തീയതി കഴിയുമ്പോൾ നമ്മൾ 300 പേര് ലിങ്ക് എടുക്കും. 300 പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ലിങ്ക് നമ്മൾ വാങ്ങിക്കാൻ പോവാണ്. അത് കുറച്ച് വില കൂടുതലായിട്ട് വാങ്ങിക്കാതെയാണ്. ഇനി പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവാണ്. അടുത്ത കുറച്ച് ദിവസത്തിനകം അത് വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും CPയിലെ ആളുടെ എണ്ണം കൂട്ടണം. ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടീം മെമ്പേഴ്സ് CPയിലുണ്ടോ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്യണം. എൻ്റെ ടീമിൽ എത്ര ആൾക്കാരും രാവിലത്തെ മോർണിംഗ് CPയിൽ ഉണ്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇല്ലാത്ത ആൾക്കാരുടെ പേര് നോട്ട് ചെയ്യണം. എന്നിട്ട് അവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം വിളിച്ച് പറയാം, നിങ്ങൾ രാവിലെ CP കണ്ടില്ലല്ലോ. വഴക്കം പറയരുത്. CPയിൽ കണ്ടില്ലല്ലോ, നല്ല സെഷനായിരുന്നു. അവരെന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണം കയറാൻ പറ്റുന്ന റെക്കോർഡ് സെഷൻ വാങ്ങിച്ച് അവർക്ക് കൊടുക്കണം. അവരുടെ കയ്യിൽ നോളജ് എത്തിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ റെക്കോർഡ് സെഷൻ ആർക്കും അയച്ചു കൊടുക്കരുത്. അയച്ചു കൊടുത്താൽ നാളെ അവർ കയറില്ല, ഉറങ്ങിക്കോളും. നല്ല സുഖസുന്ദരമായിട്ട് പുതച്ച് ഉറങ്ങും. രാവിലെ കഴിഞ്ഞ ശേഷം അൻസാർ ഭായി എനിക്ക് റെക്കോർഡൊന്ന് അയച്ചുതരോ എന്നേ പറയത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലാക്കരുത്. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി, നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ഇത് ഇല്ല എങ്കിൽ അവരുടെ പേര് നോട്ട് ചെയ്ത് വെച്ച് അവരെ വിളിച്ച് കൺഫേം ആക്കണം. നാളത്തെ CPയിൽ പങ്കെടുപ്പിക്കണം. അവർക്ക് മിസ്സായി പോയതാണെങ്കിൽ റെക്കോർഡ് സെഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമേ, ആ രീതിയിൽ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു വിനോദ് സാർ, വളരെ വണ്ടർഫുൾ സെഷൻ നമുക്ക് തന്നതിന്. ഇനിയും ഇതുപോലെ സെഷൻ റെഡി ആയിക്കോ. നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലെ അവസരം തരുന്നുണ്ടാവും. താങ്ക് യു വെരി മച്ച്. നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. വിഷ് യു വെൽ.